ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ആവശ്യം വന്നാൽ നേരെ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്യും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നവർ എങ്ങനെ ഉണ്ടാവുക, ആ ഫോട്ടോക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും. ആ ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. എന്നാൽ അതിന് ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ സെർച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പം ഗൂഗിൾ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫാന് സെർച്ച് ചെയ്ത്, ഇതിൽ ഇഷ്ടംപോലെ ഫാനുകളുണ്ട്. ഈ ഫാനുകൾ, ഈ ഇമേജുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇമേജ് എന്നുള്ള സെക്ഷനിൽ പോയാൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, മേലെ കുറേ ടാബില്ലേ, ഇതിങ്ങ് നിൽക്കുക. കുറേ ഇങ്ങോട്ട് നീക്കിയാൽ ഇവിടെ സെർച്ച് ടൂൾസ് എന്ന് കാണാം. ഈ സെർച്ച് ടൂൾസ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ടൂൾസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ കുറച്ച് ടാബ് വന്ന് കാണാം. ഇതിൽ കളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്ത് ട്രാൻസ്പെറൻറ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇമേജുകളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതിനൊന്നും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകില്ല, ആ ഇമേജ് മാത്രമേ ഉണ്ടാവൂ. ഇപ്പം ഫാനല്ലേ സെർച്ച് ചെയ്ത്, ഈ ഫാന് മാത്രമേ ഉണ്ടാവൂ. അപ്പം നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ ആഡ് ചെയ്യാനൊരു ഫോട്ടോ വേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും റിമൂവ് ചെയ്യേണ്ട, ഡയറക്റ്റ് ആ ഫോട്ടോ നമുക്ക് ഇട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എളുപ്പം കഴിയും സംഭവം തിരഞ്ഞിക്കാം. പ്ലേ സ്റ്റോർ പോയിട്ട് ഗൂഗിളിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേട്ടോ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടും. സംഭവം ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.